ഇവൻ എന്തിനിങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്തിന് ഇത്ര വാശി പിടിക്കുന്നേ? എന്റെ മനസ്സിൽ ആദിശേഷൻ എന്നൊരു ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലെന്നുള്ളത് ഇവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ? ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? ശിവാനി, ശിവാനി, you know what? I am so happy today. ആ സന്തോഷം ഒന്ന് നിന്നെ അറിയിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന. നീ കേൾക്കുന്നുണ്ടോ? ശിവാനി, ഞാൻ തന്റെ അടുത്ത് ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോ താൻ എന്തോടൊന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ എന്തു പറ്റി? ഒന്നുമില്ല. Come on ശിവാനി, tell me. എന്താ പറ്റിയെന്ന് പറ. അത് ചെറിയൊരു തലവേദന പോലെ ത്രിവിക്രം. തലവേദനയാണോ? ഞാൻ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് വരാം. ത്രിവിക്രം, ടാബ്ലറ്റ്സ് ഒന്നും വേണമെന്നില്ല. തലവേദന എന്തായാലും ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ശിവാനി, ഡോണ്ട് വറി. കുറച്ചു നേരം മുമ്പ് എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഇപ്പൊ ഒരു നല്ല സൊല്യൂഷൻ കിട്ടി. എന്റെ തലവേദന പോവുകയും ചെയ്തു. ശിവാനി, അന്ന് എന്നോട് പറഞ്ഞില്ല എന്തോ പറയാനുണ്ടെന്ന്. ഇപ്പൊ പറ, തനിക്ക് എന്താ പറയാനുള്ളത്? അതെന്തോ ഒരു ഫിലോസഫി ആയിരുന്നല്ലോ, ജന്മജന്മാന്തര കഥകളൊക്കെ പറഞ്ഞിട്ട്. അതെന്താന്ന് ഇപ്പൊ പറ. ഐ എം റെഡി ടു ഹിയർ. ത്രിവിക്രം, അതെന്താന്ന് വെച്ചാ ആ സുന്ദരിയെ സാക്ഷിയാക്കി ഞാൻ പറയാം. നിന്നെ കല്യാണം കഴിക്കുന്ന ഇത് ഞാനാ. എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അർദ്ധാംഗനിയും നീ തന്നെയാ. Come on ശിവാനി, അതെന്താ വെച്ചാ പറ. ത്രിവിക്രം, ഇപ്പൊ വേണ്ട, പിന്നൊരു ദിവസം പറയാം. ഓക്കെ ശിവാനി, യു നോ വാട്ട്? എന്റെ വഴിയിൽ ആരും തടസ്സം വരില്ല. ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു, അത് ഇല്ലാതാക്കാനുള്ള ഐഡിയ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നേക്കുമായി ഇല്ലാതാക്കും ഞാൻ. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. നോ, നമ്മുടെ പ്രണയത്തിലാരും തടസ്സം വരില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. താൻ അത് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ആ ടെൻഷൻ ഇല്ലാതാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ത്രിവിക്രം, ഒന്നാമത് എന്റെ മനസ്സിപ്പോ ശരിയില്ല. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ട് വെറുതെ എന്റെ ടെൻഷൻ കൂട്ടല്ലേ. എന്താന്ന് വെച്ചാ തുറന്നു പറ. ഒന്നുമില്ല ശിവാനി, താൻ പോയി റെസ്റ്റ് എടുക്ക. ഞാൻ രാത്രി ടെക്സ്റ്റ് ചെയ്യും. ബൈ. ത്രിവിക്രം, ത്രിവിക്രം എന്താ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്? കാര്യമുണ്ട് ശിവാനി. തൃശ്ശൂരിനെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കാനുള്ള ഐഡിയ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷമായിരിക്കുന്നത്. തൃശ്ശൂർ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാലുടനെ അവളെ ഞാൻ ഇല്ലാതാക്കും. ഗേൾ ഫ്രണ്ട് ഇല്ലാതാകുന്ന വേദനയിൽ അലഞ്ഞു തിരിഞ്ഞ് അവൻ അവന്റെ വീട് വിട്ട് മാത്രം പോയാൽ പോരാ, ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം. അതാണ് എന്റെ ലക്ഷ്യം. അവൻ തൃശ്ശൂർ, അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ലൈഫ് എന്റെ കയ്യിലായി പോയി. ഗേൾ ഫ്രണ്ട് മാത്രമല്ല, നിന്റെ ലൈഫ് എന്റെ കയ്യിലാ. അയ്യോ, വരണം വരണം ദത്തപുത്ര. സന്തോഷമല്ലേ? സുഖമല്ലേ? നാടെല്ലാം നല്ലപോലെ കണ്ടു തീർത്തോ? ഒരു ചുറ്റി തീർന്നിട്ടുണ്ടാവില്ല അമ്മാവ. ഒരു സ്മോൾ ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നതാവും. അല്പന ഐശ്വര്യം കിട്ടിയാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത്രയും ദിവസം വീട്ടിലെ ജോലിക്കാരനായിരുന്നല്ലോ, അന്നേരം എന്ത് ചെയ്യാനും പറയാമായിരുന്നു.
ഇപ്പൊ ദേ വീട്ടിലെ മകനായതുകൊണ്ട് ഒരു പണിയും പറയില്ലല്ലോ അല്ലേ? അതിന്റെ ഒരു ഇളക്കമുണ്ട്. അയ്യോ, ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാവ. നിങ്ങൾ എന്നോട് എന്ത് പണി ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യില്ലേ. ഞാൻ ഈ വീട്ടിലെ ദത്തപുത്രനായിട്ട് വന്നു എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കൊന്നുമില്ല. ആരാടാ നിന്റെ അമ്മാവൻ? ഇതാണ് എന്റെ അമ്മാവനമ്മേ. എന്തോന്നാ അമ്മേന്നോ? ഇങ്ങനെയൊക്കെ വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ദമയന്തി, എന്താ ഇത്? എന്തിനാ നീ ഇങ്ങനെ എപ്പോഴും ഇവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവനും ഈ വീട്ടിലെ കുട്ടിയാണ്. ഇപ്പൊ നീ അവന്റെ അമ്മയും കൂടെ അല്ലേ? അവൻ ഈ വീട്ടിലെ കുട്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രോ? ഞങ്ങൾക്കാർക്കും അല്ലേ? അല്ലമ്മേ, അത് മുതലാളി എന്നോട്. നിർത്തടാ. നോക്ക്, നിന്നോടുള്ള ബന്ധം കാണിക്കുന്നത് അദ്ദേഹത്തിന് മുന്നിൽ മാത്രമായിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ അമ്മ, അമ്മാവൻ, അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാറുണ്ടല്ലോ. അളിയൻ പറഞ്ഞെന്നും പറഞ്ഞ് നിന്നെ ഈ വീട്ടിലെ കുട്ടിയായിട്ട് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്കിളെ നിന്നെ വിളിച്ചു പോരുത്. എന്നെ അങ്ങനെ തന്നെയാ. അനിയത്തിന്ന് വിളിച്ചു പോവരുത്. അളിയനില്ലാത്ത സമയത്ത് എങ്ങനെ നീ ആളാവാൻ നോക്കിയാലുണ്ടല്ലോ. ഗോവിന്ദ, എന്റെ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. മോനെ, നീ വിഷമിക്കണ്ട. ഇതെല്ലാം കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാ എല്ലാവർക്കും നിന്നെ മനസ്സിലാവും. അപ്പോ എല്ലാം ശരിയായിക്കോളൂ. നീ വിഷമിക്കണ്ട. നിനക്ക് ഞാനില്ലേ? ധൈര്യമായിട്ടിരിക്കും. തൃശൂൽ, നിനക്ക് എന്താണ് പറ്റി? അങ്ങനെയൊന്നുമില്ല. ഞാൻ വേറെന്തോ വെറുതെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു കൊച്ചു മുതലാളി. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചു മുതലാളി എന്ന് വിളിക്കരുതെന്ന്? എന്നോട് അക്കാര്യം എത്ര തവണ പറഞ്ഞാലും എനിക്കത് ശീലമായി പോയി കൊച്ചു മുതലാളി. ഡാടാ, നീ വീണ്ടും അത് തന്നെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മള് ബ്രദേഴ്സാ. നീ എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേറെ എന്താ ഞാൻ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഡു വൺ തിങ്, എന്നാ ബ്രോ എന്ന് വിളിച്ചോ. ബ്രോയെന്നോ? ഞാൻ നിങ്ങളെ ബ്രോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി പോവില്ലേ? വാട്ട്സ് റോങ് തൃശൂൽ? നമ്മളിപ്പോ ബ്രദേഴ്സ് ആയതുകൊണ്ട് നീ ബ്രോ എന്ന് വിളിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, അത് തൃശൂൽ, നമ്മളിപ്പോ ഇത്രയും ഫ്രണ്ടിലായില്ലേ, ഇനിയും ഒരുപാട് ക്ലോസ് ആവാനുണ്ട്. അപ്പൊ നീ ഇങ്ങനെ ഗ്യാപ്പിട്ട ഞാൻ എന്താ ചെയ്യാ? എന്താ, ഞാൻ നിന്റെ ബ്രദറാവുന്ന ഇഷ്ടമല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങൾ കൊച്ചു മുതലാളി തന്നെ വിളിച്ചോളാം. നോ, കോൾ മീ ബ്രോ. ഇനി മുതലേ ബ്രോ എന്നേ വിളിക്കാൻ പാടുള്ളൂ. ബ്രോ. ഗുഡ്. തൃശൂൽ, എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഡാഡി പറഞ്ഞിരുന്നു നീ ഏതോ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതാരാന്ന് നീ എന്നോട് പറയില്ലേ? അത് എന്താ ബ്രോ, അതെന്നോട് പറയാനും നാണാണോ? പറയേ ബ്രോ, അതാരാന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചോളാം. അത് എന്റെ പെണ്ണ്. പറ ബ്രോ, ഏതാ ലക്കി ഗേൾ? കൊച്ചു മുതലാളിയോട് ശിവാനിയാണ് എന്റെ പെണ്ണെന്നെങ്ങാൻ പറഞ്ഞ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് എന്റെ ലൈഫ് ക്ലിയർ ആവുമെന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞാലോ? ഗേൾ ഫ്രണ്ടിന്റെ പേര് പറയാൻ ഇത്രയ്ക്ക് ആലോചിക്കണം? എന്താ, ഇനി എന്നോട് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും അല്ല ബ്രോ. അത് ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്ന ആലോചിച്ചിട്ടാ. ഞാൻ എന്ത് വിചാരിക്കാനടാ? ഞാൻ ഹാപ്പി അല്ലേ ആവുള്ളൂ. കമോൺ ബ്രോ, പറ. അത്
പറ തൃശൂൽ, ആ പേരിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേ. കമോൺ. അത് ഞാൻ വേറൊരു ദിവസം പറയാം ബ്രോ. അതെന്താ ഇന്ന് പറഞ്ഞെന്തോ കുഴപ്പം? അപ്പൊ നീ എന്നെ ബ്രോ ആയിട്ട് കാണുന്നില്ലല്ലേ? നിങ്ങൾ എന്റെ ബ്രോ ആയതുകൊണ്ടാണ് ഞാൻ വേറൊരു ദിവസം പറയാന്ന് പറഞ്ഞത്. എന്നുവെച്ചാ ബ്രദറിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരു സുഖമില്ല. ഞാൻ നേരിട്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നാ പറയാ. പരിചയപ്പെടുത്തലൊക്കെ പിന്നായാ മതി. ആദ്യം നീ പെൺകുട്ടി ആരാന്ന് പറ. ഞാൻ പറയത്തില്ല. തൃശൂൽ, എനിക്ക് ഉറക്കം വരുന്നത്, പെട്ടെന്ന് കിടക്കണം. ഗുഡ് നൈറ്റ് ബ്രോ. ഇവനോട് ക്ലോസ് ആയി പെരുമാറിയവൻ ആ പേര് പറയുന്നു കരുതി. പക്ഷെ ഇവൻ വാ തുറക്കുന്നില്ല. എന്താ ചെയ്യാ? കൊച്ചുമുതലാളി, ശിവാനിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് ദൂരെ പോകും. അതുകൊണ്ടാ ശിവാനി സമ്മതിക്കുന്നത് വരെ ഞാനൊന്നും പറയാതിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരിക്കാം. സോറി കൊച്ചുമുതലാളി. സുന്ദരി, എന്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് ആദിശേഷന്റെ കൂടെ എനിക്ക് ചേരാൻ പറ്റുന്നില്ല. ആദിശേഷനൊപ്പം ഇല്ലാതെ നാഗമാണിക്യം മോഷ്ടിച്ചവരെ കുറിച്ചുള്ള തെളിവൊന്നും കിട്ടില്ല. ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എല്ലാവരുടെയും ജീവിതം പോലെ എന്റെ ജീവിതം സാധാരണ പോലെ ആവുന്നത് എപ്പോഴാ? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്ന് മനസ്സിലായിട്ടും എനിക്ക് അവനെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ സുന്ദരി. ഓരത്തതിന് ഇടയ്ക്ക് വന്നിട്ട് തൃശ്ശൂർ ശല്യം ചെയ്തോണ്ടിരിക്കുക. അവനതെല്ലാം വെറും കുട്ടിക്കളി മാത്രം. പക്ഷെ എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിലെ പ്രണയം തേടിയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് ത്രിവിക്രമനോട് ഞാൻ എങ്ങനെ പറയാനാണ്? ഒരു ഭാഗത്ത് മനസ്സുറപ്പിച്ച് അവനോട് പറഞ്ഞ് അവന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുമ്പോ അവനാണെങ്കിൽ പഴയ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ സുന്ദരി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവനും വല്ലാതെ മാറിയിരിക്കുക. സുന്ദരി, ഇതിനെല്ലാം തന്നെ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ലേ? എല്ലാം ശരിയായി എന്റെ ആദിശേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമല്ലേ? കണ്ടില്ലേ സുന്ദരി, വീട്ടിൽ വന്ന് ശല്യം ചെയ്തത് പോരാഞ്ഞിട്ട് ഇപ്പൊ വെറുതെ മെസ്സേജ് അയച്ചോണ്ടിരിക്കാം. ഇവൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? സത്യം പറഞ്ഞ എനിക്ക് എത്ര ദേഷ്യം വരുന്നുണ്ടെന്നറിയോ? എന്ന് വെച്ചാൽ ഹഗ് മീ മോർ, അങ്ങനെയാണോ? അല്ല, വെറുതെ ഇരുന്ന് മെസ്സേജ് അയക്കാതെ പോയി കിടന്നുറങ്ങാൻ. സ്വപ്നത്തിലും നീ വന്ന് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ എങ്ങനെ ഉറക്കം വരാനാ ശിവാനി? നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ വന്ന് നിന്നെ ഞാൻ വഴക്ക് പറയും. എന്നെ കാണാൻ വേണ്ടി വഴക്ക് പറയാനുള്ള കാരണം കണ്ടുപിടിച്ചേക്കാണല്ലേ. എന്താവുന്നത് ഇപ്പോഴും വരാത്ത? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തൃശൂർ, ഈ കാര്യത്തിൽ എന്തിനാ വെറുതെ കുട്ടിക്കളി? ഇത് എത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അമ്മോ, അവസാനം എന്റെ പ്രണയം എത്ര വലുതാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. താങ്ക്സ് ശിവാനി. ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? ഇവൻ എന്താ പറ്റിയേ? നീ എന്താണ് ചിരിക്കുന്നത്? അത് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് കാണിക്കാൻ നോക്കട്ടെ. ഏയ്, അതങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. നോ ചാൻസ്. എന്നാ മിണ്ടനെ ഇടന്ന് ഉറങ്ങടാ. ഈ സമയത്തെ കാര്യം ടെക്സ്റ്റ് ചെയ്യോ?
ബ്രോ, ഗേൾ ഫ്രണ്ടിന് ഈ സമയത്താണ് ടെക്സ്റ്റ് ചെയ്യേണ്ടത്. എന്നാലല്ലേ പ്രണയം ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. എന്ന് വെച്ചാ ഈ അർദ്ധരാത്രിയിൽ വീശുന്ന തണുപ്പുള്ള കാറ്റില്ലേ, ആ സമയത്ത് അവർ നമ്മളെ കുറിച്ച് ആലോചിക്കായിരിക്കും. അതേ സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ മെസ്സേജ് അയച്ചാലേ നമ്മുടെ ചെക്കൻ നമ്മുടെ കൂടെ തന്നെയുണ്ടെന്നുള്ള ഫീൽ അവർക്കുണ്ടാവും. ലവ് സ്ട്രോങ് ആവുകയും ചെയ്യും. അത് മാത്രമല്ല ബ്രോ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അർദ്ധരാത്രി, രാവിലെ കഴിച്ചോ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി കഴിച്ചോ, സ്നാക്സ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ തോന്നുന്ന ഫീലിംഗേ വേറെ. ബ്രോ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കിടന്നുറങ്ങാൻ നോക്കും. ഓക്കെ ബ്രോ, നിങ്ങൾ കിടന്നോ, ഞാൻ മെസ്സേജ് നോക്കിയിട്ട് കിടന്നോളാം. ഗുഡ് നൈറ്റ്. ഹായ് ശിവാനി. അല്ല, ത്രിവിക്രമന്റെ മെസ്സേജ് ആണല്ലോ. ഹായ് ത്രിവിക്രം, നീയും മെസ്സേജ് അയക്കാണോ? എന്താ കാര്യം? ഒന്നുമില്ല, പെട്ടെന്ന് നിന്നെ ഓർത്തു, അപ്പൊ ഒരു മെസ്സേജ് അയച്ചതാ. ഓ, ഇതാണോ കാര്യം? കൊച്ചു മുതലാളി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അതാ ശിവാനി എനിക്ക് റിപ്ലൈ തരാത്ത. ഞാൻ മെസ്സേജ് അയച്ചൊന്ന് സെറ്റാക്കി വന്നുകൊണ്ടിരിക്കായിരുന്നു, അതിലും കല്ലിട്ട്. സാരമല്ല, മെസ്സേജ് ഇല്ലെങ്കിൽ എന്താ, മനസ്സുണ്ടല്ലോ. ശിവാനിയുമായിട്ടുള്ള നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടന്നുറങ്ങാം. ഹൃദയത്തിൻ നിറമായി, പ്രണയത്തിൻ ബലമായി, പനിനീർമലരായി നിറയൂ. നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലി